വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. നിമിഷാപ്രിയുടെ വിഷയത്തിൽ കാന്തപുരം ഉസ്താദ് ശരിക്കും ഇടപെടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്, കാന്തപുരം ഉസ്താദിന് ഇഷ്ടപ്പെടുന്ന ഒരാളുകൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു കേസിൽ ഇടപെട്ടത് കൊണ്ടല്ലേ ഒരുപാട് ആളുകൾ ഇങ്ങനെ കുറ്റങ്ങൾ പറയുന്നതും ഉസ്താദ് കാശിന് വേണ്ടിയാണ്, പണം പിരിക്കാൻ വേണ്ടി ഇടപെടുന്നത്, ക്രെഡിറ്റിന് വേണ്ടിയാണ് ഇടപെടുന്നത്. ഇപ്പോൾ ഒടുവിൽ കേന്ദ്ര സർക്കാർ തന്നെ കോടതിയിൽ പറഞ്ഞേക്കാണ്, നിമിഷാപ്രിയുടെ കാര്യത്തിൽ പുറത്തുനിന്നുള്ള ആരും ഇടപെടണ്ട, ഇതൊക്കെ അതിന്റെ കുടുംബത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്. കുടുംബം പവർ ഓഫ് അറ്റോർണി കൊടുത്ത അഭിഭാഷകർ നോക്കുന്നുണ്ട്, വേറെ ആരും ഇടപെടേണ്ട ഒരു ആവശ്യമില്ല, വേറെ ആരിടപെട്ടാലും ഈ കാര്യം ശരിയാവില്ല എന്നുള്ളത്. സത്യത്തിൽ കാന്തപുരം ഉസ്താദ് ഇടപെട്ടത് കൊണ്ടാണ് വധശിക്ഷ നീട്ടിവെക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതൊന്നും സർക്കാർ ഗൗരവത്തിൽ എടുത്തില്ല. അപ്പൊ ഇങ്ങനെ നിമിഷാപ്രിയുടെ കാര്യത്തിൽ സത്യത്തിൽ ഈ കാന്തപുരം ഉസ്താദ് എന്തിനാണ് ഇടപെടുന്നത്? നമ്മുടെ ആരെങ്കിലും പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇടപെടുമായിരുന്നോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. സത്യത്തിൽ ഈ ഒരു വിഷയത്തിൽ എന്താണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവിടെ നീതിയും ന്യായവും തലാലിന്റെ കുടുംബത്തിനൊപ്പമാണ്. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം, അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അതിക്രൂരമായിട്ട് കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടിട്ട് ഈ തലാൽ എന്ന പേരുള്ള ഒരാളെ സഹോദരൻ ഇപ്പൊ ഈ ഒരുപാട് നിമിഷാപ്രിയക്ക് മാപ്പ് കൊടുക്കരുത്, അവരെ വേഗത്തിൽ ക്രിസ്വാസ് നടത്തണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന സഹോദരൻ ഉണ്ടല്ലോ, ആ സഹോദരന്റെ വണ്ടിയിലാണ് അന്ന് ഈ നിമിഷാപ്രിയ ഒളിവിൽ കഴിഞ്ഞിരുന്ന ക്ലിനിക്കിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്നത്. അതായത് മാസങ്ങളോളം അവർ ആൾമാറാട്ടം നടത്തി വേറൊരു സ്ഥലത്ത് ജോലിക്ക് ചേർന്ന്, ആ ജോലിക്ക് ചേർന്നിടത്തുനിന്നാണ് ഇത് നിമിഷാപ്രിയ ആണ് എന്നുള്ള അവർക്ക് സംശയം തോന്നിയിട്ട് അന്ന് അവരെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള മറ്റൊരു സ്ഥലത്തുനിന്ന് ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നത് ഈ തലാലിന്റെ സഹോദരന്റെ വണ്ടിയിലാണ്. അപ്പോൾ ഈ യമൻകാരെന്ന് പറഞ്ഞാൽ വളരെ സൗമ്യ മനസ്സുള്ള ആളുകളും വളരെ ക്ഷമാശീലരാണ്. അന്ന് ഈ തലാലിന്റെ വണ്ടിയിലാണ് ഇവരെ കൊണ്ടുവന്നിരുന്നത്. അപ്പൊ അന്ന് ഇവരൊരു ക്രൂരന്മാരായിരുന്നെങ്കിൽ ഈ തലാലിന്റെ സഹോദരൻ ആ വണ്ടിയിലിട്ടിട്ട് തന്നെ എന്തെങ്കിലും കൈകാര്യം ചെയ്യുമായിരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരാളെ മോഷണത്തിനിടെ പിടികൂടുമെന്ന് കരുതാം, അല്ലെങ്കിൽ വേണ്ട വല്ല മോശം കൃത്യത്തിന് വേണ്ടിയിട്ട് ഇടുമ്പോൾ ആൾക്കാർ കയ്യിലോട് പിടിച്ചാൽ നാട്ടുകാർ കെട്ടിയിട്ട് മർദ്ദിക്കണം. എത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ക്രൈമിൽ അകപ്പെട്ടിട്ട് ആൾക്കൂട്ട വിചാരണ എന്ന് പറഞ്ഞിട്ട് തല്ലിക്കൊന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ എത്രയോ ഉണ്ടായിട്ടുണ്ട്. വിചാരണയില്ല, പോലീസ് പിടിക്കലില്ല. അപ്പൊ അതാണ് നമ്മുടെ സ്വഭാവം. പക്ഷെ അന്ന് അവിടെ ചെയ്തത് ഈ തലാലിന്റെ സഹോദരൻ അവളെ കയ്യിൽ കിട്ടിയിട്ട് കിലോമീറ്ററുകളോളം അപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ഈ തലാലിന്റെ വണ്ടിയിലാണ്. ഒന്നും ഒരു പോറലും ഏൽപ്പിക്കാതെ നിയമത്തിന്റെ മുന്നിൽ പിടിച്ചു കൊടുക്കുകയാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് ആ കുടുംബം നിയമത്തിന്റെ മുന്നിൽ ആവശ്യപ്പെടുന്നത് തങ്ങളുടെ സഹോദരനെ ഈ എന്തൊക്കെ കുറ്റങ്ങൾ ഉണ്ടെങ്കിലും ഇങ്ങനെ ക്രൂരമായിട്ട് വധിക്കപ്പെടാനുള്ള ഒരാളായിരുന്നില്ല, അതുകൊണ്ട് അവൾക്ക് ന്യായമായ ശിക്ഷ വേണം എന്നുള്ളതായിരുന്നു. അവർ പണം വാങ്ങിയിട്ട് അങ്ങനെ മാപ്പ് കൊടുക്കുന്നവരല്ല. ഇതേ ആള് തന്നെ അയാളുടെ മകൻ പിന്നീട് കൊല്ലപ്പെട്ടത് അറിഞ്ഞു. ആ കൊല്ലപ്പെട്ടത് ഒരു അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് അറിഞ്ഞപ്പോൾ 1 രൂപ പോലും ദിയാപണം വാങ്ങാതെ മാപ്പ് കൊടുത്ത ഒരാളാണ് ഈ തലാലിന്റെ സഹോദരൻ. എന്നിട്ടും അവർ നിമിഷാപ്രിയക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൊലവിളി നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നിമിഷാപ്രിയനെ കുറിച്ച് ഇവിടെ പറയുന്നത്, നിമിഷാപ്രിയാണ് പാവം, തലാലാണ് എന്ത് ക്രൂരൻ എന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. അവരാവശ്യപ്പെടുന്ന ഒരു കാര്യം, നിങ്ങൾ മാപ്പ് എഴുതി തായോ, മാപ്പ് എഴുതി തന്നതിന് ശേഷം നമുക്ക് ആലോചിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ സത്യത്തിൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം എന്തായിരുന്നു? നിമിഷാപ്രിയ ഒരു പാവാണ് എന്നതിൽ അഡ്രസ്സ് ചെയ്യുക, എല്ലാ കുറ്റങ്ങളും തലാലിന്റെ മേലിൽ ചുമത്തുക. ഇതവർക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്തു മനസ്സിലായി. അതാണ് അതിൻ്റെ പേര്. പിന്നീട് മറ്റൊരു കാര്യം, കാന്തപുരം ഉസ്താദ് ഇടപെട്ട് ശരിയാണോ തെറ്റാണോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ശരിയാണ്. അങ്ങനെ ശരിയാണെന്ന് പറയാൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയെങ്കിലുമൊക്കെ മുസ്ലിം, ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് കാസയാവട്ടെ മറ്റാരാവട്ടെ, അങ്ങനെ ഒരു വിഭാഗം നമ്മുടെ അതിൽ കുറച്ച് മാധ്യമ പ്രവർത്തകരുണ്ട്, മാധ്യമങ്ങളുണ്ട്, കുറച്ച് ആളുകളുണ്ട്. ഈ ആളുകൾക്ക് കിട്ടിയൊരു അവസരമായിരുന്നു ഈ ഒരു നിമിഷാപ്രിയുടെ കേസ്. അബ്ദുറഹീമിന് വേണ്ടിയിട്ട് കോടികൾ പിരിക്കുന്ന മലയാളികൾ മുസ്ലിം ആയതുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്നൊരു കാസ പിന്നീട് ഈ നിമിഷാപ്രിയക്ക് വേണ്ടി കാശ് പിരിക്കുന്നില്ലെന്ന് പറഞ്ഞൊരു കസ ഇപ്പൊ നേരെ പ്ലേറ്റ് മാറ്റി. അത് കാന്തപുരം ഉസ്താദ് ഇടപെട്ടത് കൊണ്ടാണ്. ഉസ്താദിന്റെ ഇടപെടലിലൂടെ ഒരാൾക്ക് മോചനം കിട്ടുമെങ്കിൽ അതിലൊരു നല്ല വിശ്വാസി സന്തോഷിക്കാൻ വേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇസ്ലാമിക നിയമപ്രകാരം ഒരാളെ വധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വധശിക്ഷ, അയാളെ ഖിസാസ് പ്രതിക്രിയ സർക്കാരിന് ചെയ്യാം. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾക്ക് മാപ്പ് കൊടുക്കാനുള്ള അവകാശം നമ്മുടെ പ്രസിഡന്റിനാണ്, രാഷ്ട്രപതിക്കാണ്. പക്ഷേ ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ഇമോഷണലി ആണ്, അതായത് ആരാണോ കൊല്ലപ്പെട്ടത് അയാളുടെ കുടുംബത്തിനാണ് അങ്ങനെ മാപ്പ് കൊടുക്കാനുള്ള അവകാശം ഉള്ളത്. ആ മാപ്പ് കൊടുക്കാനുള്ള ഒരു അവകാശത്തിലൂടെ ഒരാൾക്കൊരു ജീവിതം തിരിച്ചു കിട്ടുമെങ്കിൽ അതാണ് ഹൈറെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത്തരമൊരു സാധ്യതയാണ് കാന്തപുരം ഉസ്താദ് എന്ത് ചെയ്തത് ഇവിടെ പ്രയോഗിച്ചത്. ആ പ്രയോഗിച്ചതിനെ ഒരു നിലക്കും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഉസ്താദ് ചെയ്തത് 100% ശരിയാണ്. ആ ചെയ്തതിലൂടെ ഇവിടെ എല്ലാ മതക്കാർക്ക് വേണ്ടിയും ഉസ്താദ് ഇടപെടുന്നുണ്ട്, മുസ്ലിങ്ങൾ ഇടപെടുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടു. സത്യത്തിൽ ഇതിലൂടെ മുഖം നഷ്ടപ്പെട്ടത് ആർക്കാണ്? കാന്തപുരം ഉസ്താദിനോട് വിരോധമുള്ള ആളുകൾ, കുറച്ച് സംഘികൾ, ഇവരാണ് ഇപ്പോൾ നേരെ ഉസ്താദിനെ എതിർക്കുന്നത്. ഇപ്പൊ ചാനലിലൊക്കെ ഉസ്താദിനെ കൊണ്ട് ഒന്നും പറ്റില്ല, ഉസ്താദ് വെറും ക്രെഡിറ്റിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്ന ആളുകൾ കാന്തപുരം ഉസ്താദിനോടുള്ള കനത്ത അസൂയുള്ള ആളുകളാണ്.
അതിൽ മുബാറക് റാവുത്തർ എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ് ഉണ്ട്. ഇത്തരം ആളുകളൊക്കെ എന്തിനാണ് ഈ ചാനൽ ചർച്ചയിൽ, ആരിഫ് ഹുസൈനൊക്കെ എന്തിനാണ് ഈ വിഷയത്തിൽ ചാനൽ ചർച്ചയിൽ കൊണ്ടുവരുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ആരിഫ് ഹുസൈൻ്റെ ഉള്ളിലുള്ളത് തനിച്ച മുസ്ലിം വർഗീയതയാണ്. എവിടെയെങ്കിലും മുസ്ലിമായ ഒരാൾ അമുസ്ലിമായ ഒരു കാഫിറിനെ കണ്ടാൽ കൊന്നു കളയാനാണ് ഖുർആൻ പഠിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന സമയത്താണ് കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ട് ഒരു വധശിക്ഷ നീട്ടി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതൊന്നും ആർക്ക് പിടിച്ചിട്ടില്ല. ഇത്തരം ക്രിസംഗികൾക്കും അതോടൊപ്പം തന്നെ ഈ ശ്രീജിത്ത് പണിക്കർ, അങ്ങനെ അഡ്വക്കേറ്റ് ജയശങ്കർ പോലെയുള്ള എവിടെയൊക്കെ ഒരു മുസ്ലിം വിരോധം ഉള്ളിൽ സൂക്ഷിക്കാൻ പറ്റുമോ അതൊക്കെ പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് പറ്റിയിട്ടില്ല. അപ്പൊ അവരാഗ്രഹിച്ചിരുന്നത് ഇത് വെച്ചിട്ട് എങ്ങനെ ഭിന്നിപ്പ് ഉണ്ടാക്കാന്നുള്ളതാണ്. അവിടെയാണ് കാന്തപുരം ഉസ്താദിന്റെ അതിസമർത്ഥമായ ഇടപെടൽ ഉണ്ടായിട്ട് ആ ഭിന്നിപ്പില്ലാതായിട്ട് തനിക്കൊരു ബന്ധവും ഇല്ലാത്ത തൻ്റെ സംഘടനയുടെ ആളല്ല, തൻ്റെ മതത്തിൻ്റെ ആളല്ല, എന്നിട്ട് പരിചയമുള്ള ആളല്ല, പരിചയമുള്ള ഒരേ ഭാര്യയല്ല, പെങ്ങളല്ല, ഒന്നുമല്ല. അങ്ങനത്തെ ഒരു നിമിഷപ്രിയക്ക് ഇസ്ലാമിക നിയമത്തിലുള്ള വധശിക്ഷ ഇളവ് കൊടുക്കുന്ന ഒരു മാപ്പ് കൊടുക്കുന്ന ഒരു ആനുകൂല്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ ഉസ്താദ് ഒരു കാരണമായിട്ടുണ്ടെങ്കിൽ അത് പടച്ച റബ്ബിൻ്റെ ഒരു പ്രതിഫലം മാത്രം ആഗ്രഹിച്ചിട്ടാണ്. ഒരു ദുനിയാവിലെ ഒരു ക്രെഡിറ്റും ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ഉസ്താദിൻ്റെ അങ്ങനെ ഒരു ക്രെഡിറ്റിൻ്റെ ആവശ്യമില്ല. കാരണം ഉസ്താദിന് മുൻപേ തന്നെ പല കാര്യം ഉസ്താദ് ഇടപെട്ടിട്ട് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടിയ ആളുകളാണ്. ഇതൊന്നും ക്രെഡിറ്റിന് വേണ്ടി ചെയ്യുന്നതല്ല. പക്ഷെ ഉസ്താദ് ഇവിടെ ഇടപെട്ടത് കൊണ്ട് എന്തായി, ഈ നാട്ടിലൊരു മതേതരമായ ഒരു ചിന്ത രണ്ട് വിഭാഗം ആളുകളാണല്ലോ കേരളത്തിലുണ്ടെന്ന് മനസ്സിലായി. ഒന്ന്, ഒരു നിമിഷാപ്രിയ ഒരു തൂക്കുകാരന് വിധിക്കപ്പെട്ട ഒരാൾക്ക് മാപ്പ് കൊടുക്കുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മീയമായ ഒരു അന്തസ്സുള്ള ആളുകളും, രണ്ട്, ആരാണ് ശരിക്കും മാനസിക രോഗികൾ, അതായത് മനോരോഗികൾ എന്ന് മനസ്സിലാകുന്ന കാന്തപുരം വിരോധികൾ ആരാണെന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ ഇതിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കാന്തപുരം ഉസ്താദ് ഇടപെട്ടത് നന്നായി. ഇത് വെച്ചിട്ട് എങ്ങനെ മതവർഗീയത ഉണ്ടാക്കാം, ചേരിതിരിവ് ഉണ്ടാക്കാം എന്ന് കരുതിയിരുന്ന ആളുകൾക്ക് കിട്ടിയത് നല്ലൊരു അടിയായിരുന്നു കാന്തപുരം ഉസ്താദ്. അതുകൊണ്ടാണ് കേന്ദ്രം അത്തരം ഒരു ഹൈലൈറ്റ് ആർക്കും വേണ്ട. ഇനി മുബാറക് റാവുത്തർ ഇടപെട്ടാലുമല്ല, കാന്തപുരം ഉസ്താദ് ഇടപെട്ടാലും പുറത്തുനിന്നുള്ള ഒരാളിൽ ഇടപെടണ്ട. കാരണം ഇത് ഉണ്ടായാലും ഇല്ലെങ്കിലും ക്രെഡിറ്റ് ആർക്കിരിക്കട്ടെ, കേന്ദ്രത്തിന് ഇരിക്കട്ടെ. കേന്ദ്രത്തിന് ഇപ്പോൾ നിമിഷാപ്രിയനെ ഇല്ലാതാക്കുന്നത് കൊണ്ടോ നിമിഷാപ്രിയ നടപ്പിലാക്കുന്നുണ്ടോ ഒരു നഷ്ടവും ഇല്ല, ലാഭവും ഇല്ല. അവരുടെ ആഗ്രഹങ്ങളോട് മാത്രം നടപ്പിലാക്കാവുന്നതാണ്. സത്യത്തിൽ ഒരാളെ ജീവൻ രക്ഷിക്കാൻ എന്തൊക്കെ സാധ്യതകളുണ്ടോ അതൊക്കെ പരിശോധിക്കലേ വേണ്ടത്. പക്ഷേ കേന്ദ്രം അത് സമ്മതിക്കില്ല. സുപ്രീം കോടതി ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഇങ്ങനെ കാന്തപുരത്തിന്റെ പ്രതിനിധികളെയോ ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധികളോ അയക്കണമെങ്കിൽ അയച്ചോളൂ, കേന്ദ്രമാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ കേന്ദ്രം സുപ്രീം കോടതി പറഞ്ഞത് ആരും ഇടപെടണ്ട, ഇത് ഞങ്ങൾ ഈ ഒരു കുടുംബം, നിമിഷയുടെ കുടുംബമാണ് ഇടപെടേണ്ടത്. ഓക്കെ, ഇടപെടട്ടെ, ആ സ്ത്രീക്ക് വധശിക്ഷ റദ്ദാവട്ടെ. പക്ഷേ തലാലിൻ്റെ കുടുംബത്തിനൊപ്പമാണ് ന്യായം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അവർക്കാണ് അതിന് അവകാശം. അവരാണ് മാപ്പ് കൊടുക്കുക. ആ മാപ്പ് കൊടുക്കാൻ ഭീഷണിപ്പെടുത്താൻ പറ്റില്ല. മര്യാദക്ക് മാപ്പ് കൊടുക്കുക, ഞങ്ങൾ എത്ര കാശ് വേണ്ടി തരാം. അങ്ങനെ കാശ് കൊണ്ട് വീഴുന്ന ആളുകളല്ല യമനികൾ. നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ യമൻ പൗരന്മാരൊക്കെ ആയിട്ട് എന്താ പറയുക ജീവിച്ചു പരിചയമുള്ള ആളുകളാണെങ്കിൽ അവർ വളരെ നിഷ്കളങ്കരാണ്. അവരവരെ പറ്റിക്കുന്ന ആളുകളോട് നല്ല ക്ഷമാശീലരാണ്. ഇപ്പൊ ഇന്നലെ സൗദി അറേബ്യയിൽ 45 ദിവസം കൊണ്ടാണ് ഒരാളെ സൗദി സർക്കാർ എന്ത് ചെയ്ത് വധശിക്ഷ നടപ്പിലാക്കിയത്. അവിടുത്തെ ഒരു ഹദീസ് പണ്ഡിതനെ, ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഈജിപ്ഷ്യൻ പൗരൻ ആ ഹദീസ് പണ്ഡിതന്റെ വീട്ടിൽ കയറിയിട്ട് ആ ഹദീസ് പണ്ഡിതനെ അതിക്രൂരമായിട്ട് ഇല്ലാതാക്കി, ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. എന്നിട്ട് അവിടുന്ന് 10-35,000 റിയാൽ മോഷ്ടിച്ചു. ആ മോഷ്ടിച്ച ആള് ഈജിപ്തുകാരനാണ്, ഈജിപ്ഷ്യൻ പൗരനാണ്. അയാളെ പിടികൂടി 45 ദിവസം കൊണ്ടാണ് വധശിക്ഷ നടപ്പിലാക്കിയത്. അപ്പോൾ ഈ കുറ്റകൃത്യങ്ങൾക്ക് ഈ ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ വേഗത്തിൽ നടപ്പിലാക്കുന്ന സ്വഭാവമുള്ള രാജ്യങ്ങളാണ്. പക്ഷെ എന്നിട്ടും യമൻ 7 വർഷമായിട്ട് നടപ്പിലാക്കിയിട്ടില്ല. കാരണം നിയമപരമായിട്ടുള്ള എല്ലാ പരിരക്ഷയും ഒരു കുറ്റവാളിക്ക് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നതോ യമൻ രാജ്യം ശരിയല്ല, ഇസ്ലാമിക ശരീഅത്ത് ശരിയല്ല, അവിടെ ഒരു വിചാരണ ഇല്ലാതെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ നിയമത്തിനെയാണ് അപഹസിക്കുന്നത്. സത്യത്തിൽ കാന്തപുരം ഉസ്താദ് നമ്മുടെ ഇസ്സത്ത് മാത്രമല്ല, നമ്മുടെ മതത്തിന്റെ ഇസ്സത്ത്, കേരളത്തിന്റെ ഇസ്സത്ത് ഇതൊക്കെ ഉയർത്തിക്കാട്ട് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ കുറ്റങ്ങൾ കേട്ടാലും എന്തൊക്കെ അപവാദങ്ങൾ കേട്ടാലും ഉസ്താദ് ഇടപെട്ടത് ഹൈറായി, നന്നായി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? പലരും കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമന്റ് ചെയ്യുന്നു ഉസ്താദ് ഇടപെടേണ്ടിയിരുന്നില്ല, അത്തരമൊരു നാറ്റക്കേസായി, ഇങ്ങനത്തെ ചീത്തപ്പേര് കേൾക്കാൻ എന്തിനാണ് ഉസ്താദ് അവസാനം 90 വയസ്സാകുമ്പോൾ ഇടപെട്ടത്? ഇനി 100 വയസ്സായാലും ഉസ്താദിന്റെ മരണത്തിന്റെ മുൻപിൽ നിൽക്കുകയാണെങ്കിലും ഒരാൾക്ക് വേണ്ടി ഇടപെടാൻ പറഞ്ഞാൽ ഉസ്താദ് ഇടപെടും. അതങ്ങനെയാണ്, ആ ഒരു ജീൻ അങ്ങനെയാണ്. കാരുണ്യം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള ഹബീബായ റസൂലുള്ളാഹിന്റെ അനന്തരം എടുക്കുന്ന ആളുകൾക്ക് അത്രേ പറ്റുള്ളൂ. കാരുണ്യം കൊടുക്കാനേ പറ്റുള്ളൂ. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ലിന്നൊക്കെ നമ്മൾ നീതി പറയുമെങ്കിലും ഒരാൾക്ക് കാരുണ്യം കൊടുക്കാൻ ഈ ഭൂമിയിൽ കഴിയാന്നുള്ളത് മതങ്ങൾ തമ്മിലുള്ള ചേരിതിരിവ് ഒഴിവാക്കാൻ കാന്തപുരം ഉസ്താദ് ഒരു കാരണമാവുന്നുണ്ടെങ്കിൽ അതല്ലേ നമ്മൾ ഹൈർ എന്ന് പറയുന്നത്. എന്തായാലും എനിക്കതാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.